ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. വറുത്തരച്ച സാമ്പാറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിതാ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് അങ്ങനെയെല്ലാം പറയും. അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പ് പരിപ്പ്. ഇത് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഞാനിതാ നല്ലോണം അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കുക്കറിലിട്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. അപ്പോൾ അതാ ആ പരിപ്പ് നമുക്ക് അവിടെ വേവിച്ച് മാറ്റി വെക്കാം. ഇനി അടുത്ത പരിപാടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ അര ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്യാം. ഞാൻ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ തേങ്ങ ഒന്ന് കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നാൽ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്തും എല്ലാം ഫ്ലെയിം ലോ തന്നെ ആക്കി വെക്കാം. പിന്നെ നമുക്കതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കായത്തിൻ്റെ പൊടിയായതുകൊണ്ടാട്ടോ ഈ ഒരു ടൈമിൽ ചേർക്കുന്നത്. അഥവാ കായം മുഴുവനായിട്ടാണെങ്കിൽ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് അത് വറുത്തെടുക്കണം. പൊടിയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാ തേങ്ങയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിതാ ജസ്റ്റ് പുളി ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു ലെമൺ സൈസ് പുളി, സാധാ പുളി വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ആ ഒരു സമയത്തിലേക്ക് നമ്മളെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വേവ് കൂടിയ വെജിറ്റബിൾസ് ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഒരു ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ചേന ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വലുപ്പമുള്ളതാട്ടോ എടുത്തിട്ടുള്ള. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ അത് ചേർക്കാം. പിന്നെ നമുക്ക് മുരിങ്ങവാള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത്
അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു വിസിലടുപ്പിച്ചിട്ട് എടുക്കാം. ഇത് കുറച്ച് വേവ് കൂടിയ പച്ചക്കറികൾ ഫസ്റ്റ് തന്നെ ഇട്ടതാട്ടോ. അപ്പോൾ ഇതാ ഒരു വിസിലടുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിലേക്ക് ഒരു വഴുതനങ്ങ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് വെള്ളരി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ പുതിർത്തി വെച്ച ആ പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് പുളിയൊന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഇത് കുക്കർ ചെറുതായതുകൊണ്ട് തന്നെ ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ വേവ് കൂടിയ പച്ചക്കറികൾ ആദ്യം നമ്മൾ ഒരു വിസിലിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. വേവ് കുറഞ്ഞത് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ തേങ്ങ അരച്ചെടുത്തതാണ് ഇത്. തേങ്ങ അരക്കുന്ന സമയത്ത് ഫസ്റ്റ് ജസ്റ്റ് ഒന്നത് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതാ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെണ്ടയും കൂടി ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വെണ്ട ചേർക്കുന്ന മുമ്പ് ഇതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെണ്ട കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ട് ഇതാ ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ വെണ്ട വാട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ വേവ് കുറഞ്ഞ പച്ചക്കറികൾ രണ്ടാമത് നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു ലാസ്റ്റ് സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ടിതാ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയുള്ള പച്ചക്കറികളും കൂടി വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വെണ്ട വാട്ടിയെടുത്ത് ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നമ്മളെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.